മജീദേ വന്ന് കിടക്ക്. നിന്നോടാ പറഞ്ഞത്. എനിക്ക് ഉറക്കം വരുന്നില്ല. ഈ പാതിരാത്രിയിൽ നിന്നെ ഉപദേശിക്കാനൊന്നും എനിക്ക് വയ്യ മജീദേ. എനിക്കറിയാം, താൻ എന്നെ ഒരുപാട് സഹിക്കുകയാണ്. സഹിക്കയാണ്. പക്ഷേ ഇതുപോലുള്ള നിന്റെ ഇരിപ്പും ചിന്തയും ഞാൻ തീരെ സഹിക്കില്ല. എടാ, ഞാൻ പറഞ്ഞില്ലേ MLA കണ്ട് സംസാരിച്ചു, നാളെ നമ്മൾ മന്ത്രിയെ കാണും, എല്ലാം നേരെയാവുന്നു. തോന്നുന്നില്ല. ഞാനൊരു ഭാഗ്യദോഷിയാണ് രാമേന്ദ്ര. നീ ഒരു വിവരദോഷിയാണ്. എടാ, മന്ത്രി ആ സ്ഥലം അലോട്ട് ചെയ്ത് തന്നാൽ നമ്മുടെ സംരംഭം വിജയിക്കും. അതോടെ നീ മാത്രമല്ല, തൊഴിലില്ലാത്ത പലരും രക്ഷപ്പെടും. നീ അതിനെപ്പറ്റി വല്ലതും ആലോചിക്കും മജീദേ. അതുവരെ ഞാൻ ഇനി എത്ര കാലം തനിക്കൊരു ഭാരമായിട്ട് ജീവിക്കും? എനിക്ക് തെറ്റി. നിനക്ക് എന്നോട് സ്നേഹമില്ല. നീ എന്നെ അന്യനായിട്ടാ കാണുന്നത്. ഞാൻ അല്ലേലും ഇങ്ങനെ പറയാൻ നിനക്ക് തോന്നൂല. ഒരു വയറ്റിൽ പറഞ്ഞില്ല, പക്ഷേ നീ എന്റെ അനുജന. അറിയോ നിനക്ക്? അറിയോന്ന്? ഒരു സ്കൂൾ ടീച്ചറുടെ ജോലി കിട്ടാൻ ഇപ്പൊ 1 ലക്ഷം കൊടുക്കണം. ഏതെങ്കിലും സ്വകാര്യ ഫാക്ടറിയിലോ മറ്റോ കയറി പറ്റണമെങ്കിൽ 4-5 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. കുട്ടികളെ ഡിഗ്രി വരെ എത്തിക്കുമ്പോഴേക്ക് നട്ടിലൊടിയുന്ന ഇടത്തരക്കാരന് ഈ നാട്ടിൽ 1 രക്ഷയില്ല സർ. 1-2 ആഴ്ച കൊണ്ട് സോഷ്യലിസം വരുത്താൻ പറ്റില്ലല്ലോ. സോഷ്യലിസം വേണ്ട സർ. ഒരു നേരമെങ്കിലും വിശപ്പടക്കാനുള്ള ഒരു ചുറ്റുപാട്. എല്ലാ ജോലിയും മാന്യതയുള്ളതാണ്. പക്ഷെ റോഡിൽ ടാറിടുന്ന ജോലിക്ക് MSc ഡിഗ്രി ആവശ്യമില്ലല്ലോ. ഫലത്തിൽ മജീദ് ഇപ്പോൾ ഒരു അനാഥനാണ്. മിസ്റ്റർ രാമേന്ദ്രന്റെയും കൂടി ശ്രമം കൊണ്ടാണ് തൊഴിലില്ലാത്ത 19 പേരെ സംഘടിപ്പിച്ച് ഇങ്ങനെ ഒരു സൊസൈറ്റിക്ക് രൂപം കൊടുത്തത്. താങ്കളൊന്ന് മനസ്സ് വെച്ചാൽ. ആ സ്ഥലം എത്ര സെന്റ് ഉണ്ട്? 50 സെന്റ് കാണും സാർ. ഒരു കെട്ടിടം, അതിൽ പല പല സാധനങ്ങൾ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ യൂണിറ്റുകൾ. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് വിളിക്കാവുന്ന വിപുലമായ ഒരു സംവിധാനം തുടക്കത്തിൽ വേണ്ട. ബാങ്കുകൾ സഹായിക്കും. പക്ഷേ ഈ സ്ഥലം സൊസൈറ്റിയുടെ പൊസഷനിൽ കിട്ടിയാൽ മാത്രമേ. മനസ്സിലായി. പണ്ട് ഏതോ സർക്കാർ ഓഫീസ് പണിയാൻ അവിടെ തറക്കല്ലിട്ടിരുന്നു. അത് പിന്നീട് ബസ് സ്റ്റാൻഡിനടുത്തേക്ക് മാറ്റിയല്ലോ. അതെ. അപ്പൊ പിന്നെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ചെറുപ്പക്കാരുടെ ഒരു സംരംഭത്തിന് ഞാൻ സഹായിക്കണ്ടേ? ധൈര്യമായിട്ട് പോയിക്കോ. സ്ഥലം അലോട്ട് ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റിരിക്കുന്നു. എന്താ പോരെ? താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. ഇതൊരാൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. നമ്മളെല്ലാവരും രക്ഷപ്പെടണം. ബാങ്ക് ലോൺ കിട്ടാൻ കുറച്ച് കാലതാമസം എടുത്തെന്ന് വരും. അതുവരെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാപിറ്റൽ ഉണ്ടാവണം. അതിന് വല്ല മാലയോ സ്വർണത്തിന്റെ കമലോ ഒക്കെ പണയം വെക്കേണ്ടി വരും. അല്ലേ മജീദേ? അത് വേണ്ടി വരും. വേണ്ടി വന്നാൽ പത്ര ഓഫീസിലെ പണി കളഞ്ഞ് ഞാനും രംഗത്തിറങ്ങും. ചേച്ചി, തിരിച്ചടികൾ കിട്ടുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശക്തി സംഭരിക്കേണ്ടത്. സോപ്പ് പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മാത്രമല്ല, പ്ലാസ്റ്റിക് കൂടെയുടെ മാർക്കറ്റും നമ്മൾ വിപുലപ്പെടുത്തും. എനിക്കൊരു ഗ്ലാസ് വെള്ളം കൂടി വേണമായിരുന്നു. ഈ പറയുന്നത് പോലൊക്കെ നടന്ന നല്ലതാ. എന്തായാലും നടക്കും. സ്ഥലമായിരുന്നല്ലോ ഏറ്റവും വലിയ പ്രശ്നം. ഇതൊരു പിടിവള്ളിയാണ്. ഈ പിടിവള്ളി ശരിക്കും അങ്ങോട്ട് മുറുക്കി പിടിക്കാൻ ആത്മാർത്ഥമായ പരിശ്രമം ഇതുവരെ തോറ്റിട്ടില്ല. തോറ്റ ചരിത്രമില്ല. രാജലക്ഷ്മി ചേച്ചി നമ്മുടെ കൂടെ ഉള്ളത് ഒരു ഭാഗ്യം തന്നെയാ. അത് ഇവൻ ഒന്നുകൂടെ പറഞ്ഞു കൊടുക്ക്. അപ്പൊ നമുക്ക് ഇറങ്ങാം. അല്ല, ഈ സൊസൈറ്റിയുടെ കാര്യം വിശദമായി ഒന്നുകൂടെ ഇവർക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ. അല്ല, ഇപ്പൊ തന്നെ നേരെ ഒരുപാട് അവർക്ക് ഉറങ്ങാൻ സമയമായിട്ടുണ്ട്.